എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ അപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുമെന്ന് സുപ്രീംകോടതി. 4 ആഴ്ചയ്ക്കകം എതിർകക്ഷികൾ മറുപടി നൽകണം. NSSന്റെ വിധി മറ്റുള്ളവർക്കും ബാധകമാകുമെന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, ഇതിൽ വിശദമായ വാദം സുപ്രീംകോടതി കേൾക്കാനായി ഇരിക്കുകയാണ്. എതിർകക്ഷികൾ എപ്പോൾ മറുപടി നൽകണമെന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്? പ്രവിധ എയ്ഡഡ് സ്കൂൾ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാനത്തിന്റെ അപേക്ഷയിലാണ് വിശദമായ വാദം കേൾക്കാം എന്ന് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ചത്. ഇതിൽ പ്രധാനമായും സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഈ NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. അതിൽ എത്രയും വേഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഭിന്നശേഷി സംവരണം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ തന്നെ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളൊരു പ്രശ്നം കൂടി സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ 4 ആഴ്ചയ്ക്കകം എതിർകക്ഷികളോട് മറുപടി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിൽ 4 ആഴ്ചയ്ക്ക് ശേഷം ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് വിശദമായ വാദം ഈ വിഷയത്തിൽ കേൾക്കുക. ഭിന്നശേഷിക്കാരുടെ അവസരം ഇല്ലാതെയാക്കാനാണ് സർക്കാർ ശ്രമമെന്നായിരുന്നു ഈ ഉദ്യോഗാർത്ഥികളുടെ അഭിഭാഷക ഇന്ന് കോടതിയെ പറഞ്ഞത്. എന്നാൽ NSSന്റെ വിധി മറ്റുള്ളവർക്ക് ബാധകമാക്കണമെന്നൊരു വാദം അതിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരും. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും സുപ്രീം കോടതി ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് കടക്കുക. പ്രവിധ, ശരി, വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുക. വിശദമായ വാദം തന്നെ കേൾക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് അച്യുതൻ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.